സോ നമ്മളിന്ന് ഹിറ്റ് ലിസ്റ്റ് എന്നൊരു തമിഴ് സിനിമേൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. സൂര്യകദ്യർ കാർത്തികേയൻ എന്നീ ഇരട്ട സംവിധായകർ ഒരുക്കിയ ഈ സിനിമയിൽ ലീഡ് റോൾ ചെയ്തിരിക്കുന്ന ഒരു പുതുമുഖമാണ് നമ്മുടെ ഡയറക്ടർ വിക്രമൻ്റെ മകനായ വിജയ് കനിഷ്ക ആണ് ചെയ്തിരിക്കുന്നത്. ശരത് കുമാർ, സമുദ്രക്കനി, ഗൗതം മേനോൻ, സ്മൃതി വെങ്കട്ട്, സിത്താര തുടങ്ങിയൊരു അത്യാവശ്യം നല്ല കാസ്റ്റിംഗ് തന്നെ സിനിമയിലുണ്ട്. സോ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഇതിൻ്റെ പ്രൊഡ്യൂസർ KS രവികുമാറാണ്. സോ പുള്ളി എനിക്ക് തോന്നുന്നു ഒരു പുതിയ ആളിനെ വെച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു നല്ലൊരു സപ്പോർട്ടിങ് കാസ്റ്റ് ഉണ്ടെങ്കിൽ അത്യാവശ്യം കൊള്ളാവുന്നൊരു പടമാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് സിനിമയിൽ. പക്ഷേ എനിക്ക് തോന്നിയത് അത്യാവശ്യം ഒരു നീറ്റായി എക്സിക്യൂട്ട് ചെയ്തൊരു ഡീസൻറ്റ് ത്രില്ലറാണ് സിനിമ. സിനിമയിലെ നായകൻ ഒരു ഉറുമ്പിനെ പോലും നോക്കാൻ ആഗ്രഹിക്കാത്ത ഒരു നായകനാണ്. പുള്ളിയുടെ ആ ക്യാരക്ടർ ഒരു ദിവസം പുള്ളിയുടെ അമ്മയെയും അനിയത്തിയും ഒരാൾ തട്ടിക്കൊണ്ടു പോവുകയാണ്. കിഡ്നാപ്പ് ചെയ്തതിന് ശേഷം പുള്ളിയെ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്. ഒരു വലിയൊരു റൗഡിയെ കൊല്ലാൻ ആവശ്യപ്പെടുന്നതും പുള്ളി അത് ചെയ്യുകയാണ്. പുള്ളി ആക്ച്വലി ഒരു മാസ്ക് മാൻ എന്ന് അറിയപ്പെടുന്ന ഒരു വില്ലൻ. അപ്പോൾ എന്തിനാണ് ആ വില്ലനെ കൊല്ലാൻ ആവശ്യപ്പെട്ടത്? മാസ്ക് മാൻ ആര് എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ബാക്കി സിനിമ. ഈ കേസ് അന്വേഷിക്കുന്ന ACP ആയി എത്തുന്ന നമ്മുടെ ശരത് കുമാറാണ്. പുള്ളിയുടെ അതൊരു ഗംഭീരമായൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ഇൻ്റർവെൽ കഴിഞ്ഞതിന് ശേഷം. സോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് പുള്ളിയുടെ ഫൈറ്റ് സീക്വൻസിൽ പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് ഭയങ്കര അപാരമാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പുതുമുഖമാണെങ്കിൽ പോലും അത്യാവശ്യം പുള്ളിനെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ വിജയ് കനിഷ്ക ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു പുതിയ നടൻ എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റാവുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു റോളായിരുന്നു ഇത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ചെയ്താണെങ്കിൽ ഈ സിനിമയുടെ ഔട്ട്പുട്ട് കുറച്ചുകൂടെ മാറിയേനെ. സിനിമയുടെ ടോട്ടാലിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ പോകുന്ന ഒരു ത്രില്ലിംഗ് മൂഡിൽ പോകുന്ന ഒരു സിനിമയായിരുന്നു. അതിൻ്റെ കംപ്ലീറ്റ്ലി ഔട്ട്പുട്ടിൽ കുറച്ചുകൂടെ പോയിന്റ്സ് കൂട്ടിയത് ഇതിൻ്റെ ക്ലൈമാക്സ് ആയിരുന്നു. ക്ലൈമാക്സ് അത്യാവശ്യം അൺഎക്സ്പെക്റ്റഡ് തന്നെയായിരുന്നു. ക്ലൈമാക്സ് വന്നതിന് ശേഷം എനിക്ക് വേറൊരു സിനിമേനെ ഓർമ്മ വന്നു. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവും. സോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ആ സിനിമ ഓർമ്മ വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. സോ ഹിറ്റ് ലിസ്റ്റ് അത്യാവശ്യം ടൈം പാസ് കാണാനുള്ള ഒരു വാച്ചബിൾ ഡീസൻറ്റ് ത്രില്ലറാണ്. ഒരു അടിപൊളി ക്ലൈമാക്സ് ഉണ്ട്. അപ്പോൾ തീർച്ചയായും പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.